Good afternoon, Miss. Good afternoon. Good afternoon, teacher. Good afternoon. Good afternoon, teacher. Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, teacher. Good afternoon. ചോറുണ്ടോ എല്ലാവരും? Good afternoon, teacher. Good afternoon to all. ചോറുണ്ടോ എല്ലാവരും? രാവിലെ തന്നെ വർക്ക് ചെയ്തോ? പഠിച്ചോ? 8 plants. Yes. Yes. 8 plantsന്റെ സ്പെല്ലിംഗ് പഠിച്ചില്ലേ എല്ലാവരും? Yes. ആ എങ്കിൽ 1 to 1 ആയിട്ട് അങ്ങ് പറഞ്ഞു. ഓക്കെ. പറയുന്നേ ഫസ്റ്റ് പ്ലാന്റിന്റെ പേര് പറഞ്ഞ ആദ്യത്തെ ഒരു പേര് പറഞ്ഞാൽ മതി കേട്ടോ. Mercury. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അമന്ന രാജേഷ്, ഫസ്റ്റ് പ്ലാന്റ് Mercury. സ്പെല്ലിംഗ്? MERCURY. ഓക്കെ. നെക്സ്റ്റ് ടെസ മരിയ. നെക്സ്റ്റ് സെക്കൻഡ് Venus. വീനസ്. ഓക്കെ. വെരി ഗുഡ്. നെക്സ്റ്റ് അനീറ്റ ഫിലിപ്പ്. അടുത്ത പ്ലാനറ്റിന്റെ പേര് പറ. ഓൾറെഡി മെർക്കുറി, വീനസ്. നെക്സ്റ്റ് അനീറ്റ. EARTH. Earth. Next 12 Maria. Mercury, Venus, Earth. Next Mars. Next spelling. പറഞ്ഞു കഴിയുന്നത് നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് അൻഷി രതീഷ്. Jupiter. Very good. Spelling പറഞ്ഞേ. JUPITER. Good girl. Next Eric. Uranus. ജൂപ്പിറ്റർ കഴിഞ്ഞാൽ ഏതാ? Saturn. Okay, spelling. ഒരിക്കൽ പറഞ്ഞു സ്പെല്ലിംഗ് പറഞ്ഞേ. എറിക് മാളവിക സുരേഷ്. മാളവിക സുരേഷ്. Saturn. Very good. Next planet. Afla. Okay. Say. Next planet name. No, Saturn after. Saturn കഴിഞ്ഞിട്ട് ഏതാ? Uranus.
Okay. Tell me spelling. URANUS. Uranus. Next, Ifra Ismail. Teacher number. എല്ലാവരോടും ചോദിക്കും. NEPEUNE Neptune. Okay. Kuര്യൻ Joseph. Eight planets in the first planet. Mercury. Spelling. MERCURY. Mercury. Next. Okay. Next. Heaven Varghese. Hannah Varghese ആണ്. Hello. Mars. MARS. Mercury. Mercury കഴിഞ്ഞിട്ട് ഏതാ? ഏത് പ്ലാനറ്റ് ആണ്? Venus. Spelling. VENNUS. Okay. ഹെൽപ്പ് ഒക്കെ നൽകുന്നുണ്ടല്ലോ ആരൊക്കെയോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ? പഠിച്ചില്ല? നെക്സ്റ്റ് പ്ലാനറ്റ് നെയിം. അനിക മോഹൻ. സ്പെല്ലിംഗ്. EARTH. Earth. വെരി ഗുഡ്. നെക്സ്റ്റ് ക്രിസ്റ്റി ലിബിൻ. വേഗം വേഗം പറയണം, നമുക്കിനി പഠിക്കണ്ടേ വേഗം. അടുത്ത ടോപ്പിക് എടുക്കണം. എർത്ത് കഴിഞ്ഞിട്ടുള്ളത് ഏതാ പ്ലാനറ്റ്? ഹെൽപ്പ് ചെയ്തു ഒരു പഠിക്കാത്ത കൊച്ചാ. അന്ന വർഗീസ്. മ്യൂട്ട് ചെയ്തേ. അന്ന വർഗീസ്. ഹെവൻ വർഗീസ്. ഓക്കെ. ക്രിസ്റ്റി ലിബിൻ പറഞ്ഞേ. യെസ്. അനക്ക് നേരത്തെ ശരിക്കും ക്ലാസ് കിട്ടിയിട്ടുണ്ടായിട്ടാ. ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ക്രിസ്റ്റി ലിബിൻ പറഞ്ഞേ. ആൻസർ സൗണ്ട് പറഞ്ഞേ. മാർസ്. മിസ് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? ഞാനിപ്പോൾ 8 പ്ലാനറ്റ്സിന്റെ സ്പെല്ലിങ്ങുകളാണ് ചോദിക്കുന്നത്. ഡൊമിനിക്. MARS. വെരി ഗുഡ്. ഷിഫാന. നെക്സ്റ്റ് പ്ലാനറ്റ് നെയിം. Jupiter. സ്പെല്ലിംഗ്. TU. എല്ലാവരും ഹെൽപ്പ്. PTER. എല്ലാവരും ഹെൽപ്പ് ചോദിക്കും അല്ലേ? JUPIER. നെക്സ്റ്റ് ഋഷികേഷ് അഭിലാഷ്. സ്റ്റക്കായി പോയല്ലോ. അടുത്ത ഹിബ ഫാത്തിമ. വൈക്ക് സ്പെല്ലിംഗ് പറ. സാറ്റേൺ. SATURN. നെക്സ്റ്റ് മുഹമ്മദ്. ഹിബ ഫാത്തിമ മ്യൂട്ട് ചെയ്തേ. മുഹമ്മദ് ഷാ പറയുന്നില്ലല്ലോ. ആൻസൺ പറഞ്ഞേ. ഡൊമിനിക് മ്യൂട്ട് ചെയ്തേ.
Anson. Yes. Yes, tell me the 8 planets name. Jupiter കഴിഞ്ഞിട്ട് ഏതാണ്? Saturn. Spelling. SATURN. RN. Next, Sinan. Saturn കഴിഞ്ഞാൽ ഏത് പ്ലാനറ്റ് ആണുള്ളത്? ഏത് പ്ലാനറ്റ്? സിനാൻ കേൾക്കുന്നില്ല. മുഹമ്മദ് നാഫിൻ പറഞ്ഞേ. സാറ്റേൺ കഴിഞ്ഞാല് പ്ലാനറ്റിന്റെ പേര് പറഞ്ഞേ. Uranus. സ്പെല്ലിംഗ്. URANS. ഓക്കെ, നമ്മള് ഓൾറെഡി 8 പ്ലാനറ്റ്സിന്റെ പേര് പഠിച്ചു അല്ലേ? The sun, textbook നോക്കിയോ എല്ലാവരും? The sun, the moon and the stars are called heavenly bodies. The planets are also heavenly bodies. They move around the sun. Then planets move around the sun. The sun and the 8 planets form solar system. Then the 8 planets are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. We live on planet Earth. Next, we are going to study about the sun. The sun. Sun daytime or nighttime? Daytime. The sun is at the center of the solar system. Solar system center sun. Sun is at the center of the solar system. All the planets move around the sun. The 8 planets are move around the sun. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഈ പ്ലാനറ്റ്സുകളെല്ലാം സൂര്യന് ചുറ്റും തിരിഞ്ഞുകൊണ്ടേയിരിക്കും. Okay, all the planets move around the sun. The sun is a huge ball of very hot gases. നമുക്ക് സണ്ണിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമല്ലോ, എന്തുകൊണ്ടാണ്? അത് ഭയങ്കര ചൂടാ അല്ലേ? It is a huge ball. ഒരു ബോളിന്റെ ഷേപ്പ് ആണ് അല്ലേ സൺ? Sun of very hot gases. അവിടെ എന്താണ്? വിവിധതരം ഗ്യാസുകളാണ്. അത് വളരെ ഹോട്ടാണ്. It is many times bigger than the earth. ഇതിനേക്കാളും നമ്മുടെ പറഞ്ഞു എറിക് പറഞ്ഞു. കേൾക്കത്തില്ലേ? ആർക്കും കേൾക്കത്തില്ല? എല്ലാവർക്കും കേൾക്കാമോ? എറിക്കിന് മാത്രമാണോ? Eric. സൗണ്ട് ഇല്ലേ? ഇല്ല. ആർക്കും കേൾക്കത്തില്ലേ? ഇല്ല. കേൾക്കുന്നുണ്ട്. എറിക്കിന്റെ അവിടുത്തെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ഓക്കെ, അതാരാ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞത്? ചെറിയ സൗണ്ടേ ഇല്ലു. എറിക്കിന് കേൾക്കാമോ? കേൾക്കത്തില്ല? ഞാനൊന്നും പറയുന്നില്ല. സൗണ്ട് കുറവാണോ? എന്തുകൊണ്ട്? ഇത്രയൊക്കെ സൗണ്ട് എത്തുന്നില്ലേ എന്റെ സൗണ്ട് അവിടെ വരെ? Okay. The sun is at the center of the solar system. കേൾക്കുന്നുണ്ട്. The sun
The sun is at the center of the solar system. All the planets move around the sun. എല്ലാ പ്ലാനറ്റ്സുകളും സൂര്യന് ചുറ്റുമാണ് തിരിയുന്നത്. The sun is a huge ball of very hot gases. It is many times bigger than the earth. എർത്തിനേക്കാളും 10 മടങ്ങ് വലുതാണ് സൺ. ഓക്കെ, ഇപ്പൊ സണ്ണാണോ എർത്താണോ വലുത്? സണ്ണാണ് വലുത്. ഓക്കെ, ഇറ്റ് ഈസ് മെനി ടൈംസ് ബിഗർ ദാൻ ദ എർത്ത്. The sun is the nearest star to our planet. നമ്മുടെ എർത്തിനോട് ഏറ്റവും കൂടുതൽ അടുത്തുള്ള പ്ലാനറ്റ് ഏതാണ്? The sun is the nearest star to our planet Earth. The sun is important to us. Sun is important to us. എന്തുകൊണ്ടാണ് sun ഇല്ലെങ്കിൽ sun is important to us എന്ന് പറയാൻ കാരണം? ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? It will be dark. അല്ലേ? ആണോ? Can you imagine? ഒരു one day സൂര്യൻ ഉദിച്ചില്ല, എന്ത് സംഭവിക്കും? കിടന്നു ഉറങ്ങണം അല്ലേ? രാത്രിയാണല്ലോ അല്ലേ? എല്ലാവർക്കും സന്തോഷമാവും. എല്ലാവർക്കും സന്തോഷമായിരിക്കോ? യെസ്. ഫാത്തിമ മെഹറിൻ, ആ എന്താ മെഹറിൻ? ബാക്കി എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഒന്ന് പറഞ്ഞു. ഫാത്തിമ മെഹറിൻ, അവിടുത്തെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും കേട്ടോ. Okay. The sun is important to us because it gives us heat and light. സൂര്യൻ നമുക്ക് എന്തൊക്കെ തരുന്നത്? ഹീറ്റ് ആൻഡ് ലൈറ്റ്. സൂര്യപ്രകാശവും ചൂടും നൽകുന്നു അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് thing. The sun is important to us because the sun gives heat and light. Sun എന്തൊക്കെയാ തരുന്നത് നമുക്ക്? ഹീറ്റും ലൈറ്റും. Plants make food using sunlight. Sunlight ഇല്ലെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ടല്ലേ? പ്ലാന്റ്സ് എല്ലാം അതിന്റെ ഫുഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? സൺലൈറ്റിന്റെ സൺലൈറ്റ് ഇല്ലെങ്കിൽ പ്ലാന്റ്സിന് അതിന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൺലൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ലൈറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? സൺലൈറ്റ് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ പ്ലാന്റ്സ് എല്ലാം കരിഞ്ഞു പോകൂല്ലേ? നശിച്ചു പോകൂലേ? സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, the important thing is sun gives us heat and light. Sun gives us heat and light. Next uses, plants make food using sunlight. Next, the sun is a source of energy. എനർജിയുടെ ഉറവിടമാണ് സൺ. എല്ലാ എനർജികളുടെ ഉറവിടം സണ്ണാണ്. അതായത് ലൈറ്റിന്റെ, ഹീറ്റിന്റെ, അങ്ങനെ എല്ലാത്തിന്റെയും ഉറവിടം സണ്ണാണ്. Sun is a source of energy. The energy obtained from the sun is called solar energy. സൂര്യപ്രകാശത്തിൽ നിന്നും എനർജി കിട്ടുന്നതിനെയാണ് സോളാർ എനർജി എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റം. ഹിഫ ഫാത്തിമ, the sun is a source of energy. Sun is a source of energy.
The energy obtained from the sun is called solar energy. Then solar system. Solar system എന്തൊക്കെയാണ്? Sun and the 8 planets are form the solar system. Sun and 8 planets are formed solar system. Here solar energy, sun energy, the energy obtained from the sun is called solar energy. The sun is a source of energy. It obtained from the energy obtained from the sun is called solar energy. Energy obtained from the sun is called the solar energy. It is used to cook food. In solar energy എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടുകളിൽ ഫുഡ് കുക്ക് ചെയ്യാൻ, to light up streets at night and even to run cars. Solar energy is used to cook food, to light up streets at night and even to run cars. Now, once again, look at the sun. Sun is at the center of solar system. Solar system consists of the sun and the 8 planets. Then sun is a huge ball of very hot gases. It is many times bigger than the earth. Sun is bigger than the earth. The sun is important to us because the sun gives us heat and light, and plants make food using sunlight. Then the sun is a source of energy. The sun is a source of energy. The energy obtained from the sun. Sunil ninnu kittunna energy ku endana ipo nammal parayunne solar energy. The energy obtained from the sun is called solar energy. The energy obtained from the sun is called solar energy. Solar energy is used to cook food, to light up street at night, and even to run cars. That's the moon. When do you see the moon? Day or night? Night. Okay, yes. നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ആൻസർ ഏതാ പറയുന്നത്. When do you see the moon? At night. The moon is round like the sun. Sunne pole thanne mooninte shape endana round shape ആണ്. It is the closest neighbor of the earth. ഭൂമിയോട് അടുത്ത് കിടക്കുന്ന അല്ല നെയ്ബർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവർ അല്ല അയൽവാസി അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന. Okay, neighbor of earth. Seen from the earth, both the sun and the moon appear to be the same size. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ സണ്ണും മൂണും ഒരേ ഷേപ്പിലാണ് കാണുന്നല്ലേ, റൗണ്ട് ഷേപ്പിലും ഒരേ ഇതിലായിരിക്കും കാണുന്നത് അല്ലെ, സൈസിലും ഒരേ സൈസ് അല്ലേ, ചെറുതായിട്ടല്ല നമുക്ക് കാണുന്നേ. സണ്ണിനെ മൂണിനെ ഒരു ചെറിയ നമ്മൾ ഓർക്കും നമ്മുടെ കൈക്കകത്ത് ഇങ്ങനെ പിടിച്ചാൽ ഒതുങ്ങുമെന്നല്ലേ, അങ്ങനെയല്ലേ കാണപ്പെടുന്നത്, ചെറിയതായിട്ടല്ലേ, ഇത്രയേ ഉള്ളൂ. സോ സൺ ആൻഡ് മൂൺ സീം ഫ്രം ദ എർത്ത്. നമ്മൾ എർത്തിൽ നിന്ന് നോക്കിയാൽ ബോത്ത് ദ സൺ ആൻഡ് ദ മൂൺ ലുക്ക് അപ്പിയർ ടു ബി ദ സെയിം സൈസ്. പക്ഷെ ചെറുതാണോ? ഭൂമിയെക്കാളും 10 മടങ്ങ് വലുതാണ് സണ്ണ്. ഓക്കെ. However, the moon is much smaller than the sun. ഭൂമിയെക്കാളും 10 മടങ്ങ് വലുതാണ് സണ്ണ്. സണ്ണിനേക്കാളും കുറച്ച് കുറവ്. മൂൺ ഈസ് മച്ച് സ്മോളർ ദാൻ ദ സൺ. കുറച്ച് കുറവാണ്, ചെറുതാണ് മൂൺ. ഇറ്റ് ലുക്സ് ബിഗ് ബിക്കോസ് ഇറ്റ് ഈസ് മച്ച് ക്ലോസർ ടു ദ എർത്ത്. പക്ഷെ നമ്മളെ ചില ദിവസങ്ങളിലൊക്കെ ചന്ദ്രനെ കാണുമ്പോൾ വലുതായിട്ട് തോന്നും അല്ലെ, കുറച്ച് വലുതായിട്ട്. എന്തുകൊണ്ടാണ് തോന്നുന്നത്? നമ്മുടെ ഭൂമിക്ക് അടുത്തുള്ള സ്ഥിതി എന്താണ് മൂണാണ്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് അടുത്തുള്ള വസ്തുവിനെ വലുതായിട്ട് കാണാൻ പറ്റും, ദൂരെയുള്ളതിനെ ചെറുതായിട്ടല്ലേ കാണാൻ പറ്റൂ.
അതുപോലെ തന്നെ the moon is much smaller than the sun. It looks big because it is much closer to the earth than the sun. Sun വളരെ ചെറുതായി. The moon's surface has many big holes called craters. ഈ മൂണിന്റെ സർഫേസ് എന്ന് പറഞ്ഞ ഉപരിതലങ്ങളിൽ ഒത്തിരി വലിയ വലിയ ഗർത്തങ്ങളുണ്ട്. ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴികള്, അങ്ങനെ കുഴിഞ്ഞ് അതിനെന്താ പറയുന്നത്? ക്രാറ്റേഴ്സ്. The moon's surface has many big holes called craters. The moon moves around the earth. 8 planets move around the sun. 8 planets move around the sun. Here, moon moves around the earth. പക്ഷേ മൂന്ന് എർത്തിനെ വലം വയ്ക്കുകയാണ്. സൂര്യനെ ചുറ്റുന്നത് ഏതൊക്കെയാണ്? 8 പ്ലാനറ്റ്സ് ആണ്. 8 പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ. പക്ഷേ ഭൂമിയെ ചുറ്റുന്നത് മൂൺ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കും. വട്ടത്തിൽ, ഭൂമിയുടെ വട്ടത്തിലാണ് മൂൺ കറങ്ങുന്നത്. ഓക്കെ, ദ മൂൺ മൂവ്സ് അറൌണ്ട് ദ എർത്ത്. The moon moves around the earth. It is the earth's natural satellite. Earth's natural satellite is moon. Natural satellite ഒരു ഉപഗ്രഹമാണ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. Which is called the natural satellite of earth? Moon. Moon is called the natural satellite of earth. Do you know what a satellite is? Satellite എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? Just as a planet. Satellite is just as a planet moves around the sun. പ്ലാനറ്റിനെ പോലെ തന്നെയാണ് സാറ്റലൈറ്റും. അത് മൂവ്സ് അറൌണ്ട് ദ സൺ. A satellite moves around a planet. പ്ലാനറ്റ് സണ്ണിനെ ചുറ്റുകയും, പക്ഷെ സാറ്റലൈറ്റ് എങ്ങനെയാ? പ്ലാനറ്റ്സിനെ ചുറ്റും. ഓരോ പ്ലാനറ്റ്സിനെയും വട്ടത്തിൽ സാറ്റലൈറ്റ് ചുറ്റും. ഇപ്പം 8 planets are there. എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8. ആ 8 planets എന്ത് ചെയ്യും? moves around, planets moves around the sun. ആ 8 പ്ലാനറ്റും സണ്ണിനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കുന്നത്. ചുറ്റി തിരിഞ്ഞിങ്ങനെ ഇരിക്കും. But satellites moves around the planet. സാറ്റലൈറ്റ്സ് ഏതിനെ ചുറ്റുന്നത്? ഈ 8 പ്ലാനറ്റുകൾക്ക് വട്ടം. അതായത് ഓരോരോ പ്ലാനറ്റുകൾക്ക് വട്ടത്തിലാണ് ഈ സാറ്റലൈറ്റ്സ് ചുറ്റുന്നത്. ഓക്കെ, മറക്കരുത്. സണ്ണിനെ പ്ലാനറ്റ്സ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു, 8 planets, and moon moves around the earth. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. അതുപോലെ സാറ്റലൈറ്റ് എന്തിനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? പ്ലാനറ്റ്സിനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, എ സാറ്റലൈറ്റ് മൂവ്സ് അറൌണ്ട് എ പ്ലാനറ്റ്. ഓരോ പ്ലാനറ്റിനെയും ചുറ്റിക്കൊണ്ടിരിക്കും. ദ മൂൺ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. നമ്മൾ രാത്രി നിലാവ് കാണും അല്ലേ? പക്ഷെ അത് ചന്ദ്രനിൽ നിന്ന് വരുന്നതാണോ? അല്ല. മൂണിന് ലൈറ്റ് ഇല്ല കേട്ടോ. The moon does not have its own light. Only the part of the moon which receives sunlight can be seen from the earth. നമുക്ക് എങ്ങനെയാ നമ്മൾ ചന്ദ്രനെ കാണുന്നത്? ചന്ദ്രന്റെ ലൈറ്റ് കാണുന്നത് സൂര്യപ്രകാശം സൂര്യപ്രകാശം അതിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് നമ്മൾ ഭൂമിയിൽ നിന്നും മൂണിനെ കാണുമ്പോൾ അതിന് ലൈറ്റ് ഉള്ളതായിട്ട് തോന്നുന്നു. ഓക്കെ, മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ദ മൂൺ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ലൈറ്റ്. Then in 1969, Neil Armstrong and Edwin Aldrin became the first people to land on the moon.
മൂണിൽ ആദ്യമായിട്ട് പോയത് ആരൊക്കെയാണ്? Neil Armstrong and Edwin Aldrin became the first people to land on the moon. There is no air on the moon. മൂണിൽ ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, എയർ ഇല്ല. There is no air on the moon. No one can live there. എയർ ഉണ്ടെങ്കിലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. വായു ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം മൂണിൽ വായുവില്ല, അതുകൊണ്ട് ആർക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല. Okay. Neil Armstrong and Edwin Aldrin became the first people to land on the moon. In which year? 1969. Okay. Here, fact-wise, page number 222. Okay. And last one, or fact-wise. Light from the sun takes about 8 minutes and 20 seconds to reach the earth. സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും? 8 minutes and 20 seconds. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 8 minutes and 20 seconds എടുക്കും. Light from the sun takes about 8 minutes and 20 seconds to reach the earth. Without the sun, the earth would be very cold planet. Sun ഇല്ലെങ്കിൽ എർത്ത് ഒരു കോൾഡ് പ്ലാനറ്റ്, ഭയങ്കര തണുപ്പായിരിക്കും. കോൾഡ് പ്ലാനറ്റ് ആണ്. സൂര്യപ്രകാശം ഭൂമിയിൽ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഹീറ്റും ലൈറ്റ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളുടെ വാം ആയിട്ടിരിക്കുന്നു എർത്ത്. അല്ലെങ്കിൽ it would be a cold planet. Then what do you understand? എന്തൊക്കെ മനസ്സിലായി ഇപ്പോൾ സണ്ണിനെയും മൂണിനെയും കുറിച്ച് പഠിച്ചിട്ട്? Sun gives us heat and light. Plants prepare food using sunlight. Sun is the center of the solar system. Then what is solar energy? The energy obtained from the sun is called solar energy. And solar energy is used to cook food, to light up street at night, and even to run cars. Next, moon. Moon is round like the sun. It is the closest neighbor of the earth. Then moon looks very smaller because it is smaller than the sun. Why? Because it is very much closer to the earth. And the moon's surface have many big holes that called craters. Then the moon moves around the sun. Moon moves around the earth. Sorry. Moon moves around the earth. ഭൂമിയെ ചുറ്റുമാണ് മൂൺ. സണ്ണിനെ ചുറ്റി ഏതാണ്? 8 planets. And satellites. Moon is the Earth natural satellite. What is satellite? Do you know about the satellite? Satellites moves around the planet, and planets move around the sun. Then Neil Armstrong and Edwin Aldrin became the first people to land on the moon in 1969. There is no air on the moon, so no one can live there. Okay. നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കില് ഹോംവർക്ക് ഉണ്ടല്ലോ, ഹോംവർക്ക് എഴുതണം കേട്ടോ. നോട്ട്ബുക്ക് ക്ലാസ് വർക്കിലല്ല, ഹോംവർക്കില് ഈ 8 പ്ലാനറ്റ്സിന്റെ പേര് ഒരു 2 പ്രാവശ്യം എഴുതി. 2 പ്രാവശ്യം 8 പ്ലാനറ്റ്സിന്റെ പേര് 2 പ്രാവശ്യം എഴുതി എനിക്ക് എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം. 8 പ്ലാനറ്റ്സിന്റെ നെയിംസ്. ഓക്കെ, മനസ്സിലായോ? ഹോംവർക്ക് എന്താണ്? ഹോംവർക്ക്
പറഞ്ഞേ. 8 പ്ലാനറ്റ്സിന്റെ നെയിംസ് 2 പ്രാവശ്യം ഹോംവർക്ക് ബുക്കിൽ എഴുതി എനിക്ക് സെൻഡ് ചെയ്യണം. പിന്നെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ അറിയാമോ? എഴുതണേ. 9493483648. ഓക്കെ, 9493483648. ഇതാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, ഇതിലേക്ക് മാത്രം അയക്കുക ഹോംവർക്ക്. എല്ലാവരും ഒന്ന് എഴുതിക്കൂ വാട്സപ്പ് നമ്പർ. 9493483648. എത്ര തവണ എഴുതണം? 2 times. ഓക്കെ, ചെറിയ ഹോംവർക്ക് ആണ് തന്നത്. 2 times. എല്ലാവർക്കും വാട്സപ്പ് നമ്പർ കിട്ടിയില്ലേ? അപ്പൊ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, see you in next class. Until then, bye bye.